Hello friends, welcome to my channel. ഇന്നത്തെ എൻ്റെ ഡിഷ് സ്റ്റഫ്ഡ് കസാവ ബോൾസ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. आज मेरा डिश സ്റ്റഫ്ഡ് കസാവ ബോൾസ് देखेंगे कैसे बनाएंगे. ഞാൻ ഒരു കപ്പയാണ് ഇതിന് എടുത്തിരിക്കുന്നത്. एक കപ്പ लिया है. നമുക്ക് ഇത് ക്ലീൻ ചെയ്ത് തൊലി കളഞ്ഞ് നല്ലതായിട്ട് എടുക്കാം. एक क्लीन करके लेके आएंगे. ഇതിന്റെ തൊലി കളഞ്ഞെടുക്കാം. इसका छिलका निकाल देंगे. നമ്മുടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. इसका स्किन निकाल के रखेंगे. ഇതിന്റെ എല്ലാത്തിന്റെയും തൊലി കളഞ്ഞെടുക്കാം. सबका छिलका निकाल देंगे. കപ്പ നല്ലതായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. कप अच्छे से धो के रखा है. अभी पानी गर्म हो गया कुकर में. കുക്കറിനകത്ത് വെള്ളം ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ കപ്പ ഇട്ട് കൊടുക്കാം. कसावा इसमें डालेंगे. गरम पानी है. थोड़ा सा नमक डालेंगे. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അടച്ചു വെച്ചിട്ട് 3 വിസിൽ കൊടുക്കണം. 3 വിസിൽ തക്ക് വെയിറ്റ് करना है. നമുക്ക് 3 വിസിൽ വരുന്നവരെ ഇത് വേവിച്ചെടുക്കാം. നമ്മുടെ ഗ്യാസ് എല്ലാം പോയിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് മാറ്റി എടുക്കാം. ഗ്യാസ് पूरा खत्म हो गया. वेट निकाल देंगे. കപ്പ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. കപ്പ अच्छे से बॉईल हो गया. देखिए निकाल देंगे. നമുക്ക് തണുക്കാൻ വെക്കാവുന്ന എടുത്തിട്ട് നല്ലതായിട്ട് വേകണം. 3 വിസിലൊക്കെ ആകുമ്പോൾ നല്ലതായിട്ട് വേകും. നമുക്കിതെടുത്ത് തണുക്കാൻ വെക്കാം. കസാവ ബോൾസിൻ്റെ സ്റ്റഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് പാനിനകത്ത് ഇട്ട് ഒഴിക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ घी डाल रहे कसावा के लिए स्टफ बनाने के लिए. നമുക്ക് ആദ്യം തന്നെ പറങ്ങാണ്ടി വറുത്തെടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞതാണ്. छोटा छोटा काट के काजू फ्राई करेंगे. പറങ്ങാണ്ടി ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്. കിസ്മിസ് ഇട്ട് കൊടുക്കാം. काजू थोड़ा फ्राई हो रहे किसमिस डालेंगे. രണ്ടും കൂടെ വറുത്തെടുക്കാം. फ्राई करेंगे. പറങ്ങാണ്ടി മുന്തിരിങ്ങയും ഫ്രൈ ആയി കഴിഞ്ഞു. काजू किसमिस फ्राई हो गया. अभी नारियल डाल दे. एक बाउल नारियल है वो डाल दे. ഒരു ബൗൾ നാരിयल തേങ്ങ ഉണ്ട്. നമുക്കത് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യാൻ ഇടാം. ഫ്രൈ കരേങ്കെ. ഇതിൻ്റെ കൂടെ ഞാൻ ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. ഒരു 100 ഗ്രാം ശർക്കരയുണ്ട്. 100 ഗ്രാം ഗുഡ് ഹെ वो डालेंगे. ഗുഡ് का പൗഡർ ഹെ. ശർക്കരയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഒരു 10 ഏലക്ക എടുത്തിട്ടുണ്ട്. പൊടിച്ചെടുക്കാം. 10 इलायची लिया है वो थोड़ा पाउडर करेंगे. थोड़ा चीनी डाल के पंचदार ഇട്ട് നമുക്കിതൊന്ന് പൗഡർ ചെയ്തെടുക്കാം. പൊടിച്ചത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. इलायची का पाउडर अभी इसमें डाल दें. 1 ടീസ്പൂൺ സോൺ പൗഡർ ചുക്കിൻ്റെ പൊടിയാണ്. 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് വരട്ടിയെടുക്കാം. थोड़ा अच्छे से फ्राई करेंगे. ശർക്കര മെൽറ്റ് ആയി കഴിഞ്ഞു. നമുക്കിത് തണുക്കാൻ വെക്കാം. गुड़ अच्छे से मेल्ट हो गया. अभी ठंडा करने के लिए रखेंगे. കപ്പ തണുത്ത് കഴിഞ്ഞു. നമുക്കിതൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. कसावा ठंडा हो गया. अभी स्मैश करेंगे. अच्छे से स्मैश करना है. നല്ലതായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഞാൻ നല്ലതായിട്ട് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. अच्छे से स्मैश करके रखा है. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ലതായിട്ട് കുഴച്ച് നെയ്യ് ഇട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മൈദ इसमें डाल दें. 2 ടേബിൾ സ്പൂൺ കോൺസ്റ്റാർച്ച്. 2 ടേബിൾ സ്പൂൺ കോൺസ്റ്റാർച്ചും നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് ജസ്റ്റ് ദബാക്കെ മിക്സ് कर दीजिए. നല്ലതായിട്ട് പ്രസ് ചെയ്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കയ്യിൽ ഇത്തിരി നെയ്യ് തൂത്തിട്ട് നമുക്ക് ഓരോരോ ബോളുകൾ ഉണ്ടാക്കാം. थोड़ा घी हाथ में लगा के एक बॉल बना के रखेंगे. നമുക്ക് ചെറിയ ചെറിയ ബോളുകൾ ഉണ്ടാക്കി വെക്കാം. ബോളുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ബോൾ സബ് റെഡി हो गया. अभी स्टफ करना है. നമുക്കിപ്പോൾ സ്റ്റഫ് ചെയ്യാം. നമുക്കൊന്ന് നെയ്യ് തേച്ച് കൊടുത്ത് ഒരു കുഴി ഉണ്ടാക്കാം. നമുക്കിത് സ്റ്റഫ് ചെയ്തെടുക്കാം. थोड़ा गड्ढा बना के स्टफ करेंगे. अच्छे से बंद करना है. നല്ലതായിട്ട് അത് അടച്ചെടുക്കണം. इसे बनाना है. ഇങ്ങനെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം.
ഇങ്ങനെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം. ऐसे ही सब बनाएंगे. എല്ലാം ഞാൻ സ്റ്റഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് सब स्टफ करके रखा है. अभी डालना है काला तिल. കറുത്ത എള്ളാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ മേളിലോട്ട് നമുക്ക് ഒത്തിരി ഒന്നും വേണ്ട. ഇതിൻ്റെ മേളിലോട്ട് ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം. सबका ऊपर में थोड़ा स्प्रिंकल करना है. നമുക്കെന്ന് വന്നാൽ എല്ലായിടത്തും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. सब तरफ थोड़ा स्प्रेड करना है. എണ്ണ ചൂടായിട്ടുണ്ട്. तेल गरम हो गया. मीडियम फ्लेम में डाल के बना दीजिएगा. मीडियम फ्लेमिലിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. इतनी अगत्ती इटना. थोड़ा स्पेस डाल के डाल दीजिएगा. നോക്കിए ഞാൻ കുറച്ചിട്ട് കഴിഞ്ഞു. थोड़ा डाल दिया है. एकदम मीडियम फ्लेम में डाल के बना दीजिएगा. मीडियम ഫ്ലെയിമിലിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. थोड़ा पलटी करना है. मसाला बॉल्स एല്ലാം रेडी ആയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. मसाला बॉल्स सब फ्राई हो गया, निकाल देंगे. നല്ലതായിട്ട് ക്രിസ്പി ആയി കഴിഞ്ഞു. अच्छे से क्रिस्पी हो गया, निकाल देंगे. നമ്മുടെ കസാവ ബോൾസ് റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ കപ്പ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുറത്ത് നല്ല ക്രിസ്പിയാണ്, അകത്ത് നല്ല സോഫ്റ്റുമാണ്. बाहर में अच्छा क्रिस्पी है, अंदर में सॉफ्ट भी है. सब लोग थोड़ा घर में ट्राई करके देखिएगा. Please like, share and subscribe. Thank you for watching.